CPI നേതാവ് കെ ശിവരാമൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ ശിവരാമൻ, അവിടെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നു. റവന്യൂ വകുപ്പ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. അവിടെ ക്രമക്കേട് കണ്ടെത്തി. ഇതിനുശേഷം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. പക്ഷേ ഈ സ്റ്റോപ്പ് മെമ്മോ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ 3 വില്ലേജുകളിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കർശന 15 പേരുടെ ഒരു അന്വേഷണ സംഘമുണ്ട്. ഒരു സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കയ്യേറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ വീണ്ടും നടക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. തീർച്ചയായും അത് ആ നിലയിൽ തന്നെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അല്ല ശ്രീ ശിവരാമൻ, ഇപ്പം നോക്കൂ, ഈ പീരുമേട് താലൂക്കിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ അവിടെ നിയോഗിച്ചിട്ടുള്ളത്. അത്ര പോലും ജാഗ്രത ശ്രദ്ധ പുലർത്തി. എന്നിട്ട് പോലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. 15 ടീമുണ്ട്. എന്നിട്ട് പോലും ഈ രാത്രി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ നിർമ്മാണങ്ങൾ ആരും കണ്ടില്ല, അറിഞ്ഞില്ല എന്നാണോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് കാണണം. ഇന്നലെയാണ് ഈ 144 പ്രഖ്യാപിച്ചതും കർശനമായ നടപടികൾ തീരുമാനിച്ചതും. അതനുസരിച്ചുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മാധവ് എന്ന് പറയുന്നത് പോലെ അതിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ സർക്കാരിനേക്കാൾ വലിയ അധികാര കേന്ദ്രമായി ഈ കയ്യേറ്റ മാഫിയ മാറിയെന്നാണ് എന്റെ അർത്ഥം. തീർച്ചയായും അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അല്ല, അത് നേരത്തെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ SIT ഇത്രയും വലിയ ക്രമക്കേടുകൾ കണ്ടെത്തുന്നു, ഉദ്യോഗസ്ഥരടക്കം ഇതിന് കൂട്ടുനിൽക്കുന്നു. എല്ലാം നടക്കുന്നത് ഈ സർക്കാരിനേക്കാൾ വലിയ മാഫിയ സംഘം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനെ ഇല്ലാതാക്കാൻ ഒരു സർക്കാരിനും പറ്റുന്നില്ല. അതെ, അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള കർശനമായ നടപടികളാണ് ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. അതിനിടയിൽ ഈ രാത്രികളിൽ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഗവൺമെന്റ് അതനുസരിച്ചുള്ള ഇടപെടൽ നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂട്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ജില്ലാ ഭരണകൂടമാണ് ശക്തമായ ഈ നടപടികൾ തീരുമാനമെടുത്തതും അതിന്റെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും 144 പ്രഖ്യാപിച്ചതും ഒക്കെ പ്രഖ്യാപിച്ചിട്ടും കാര്യമില്ല എന്ന് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ മെയ് 2 മുൻപ്, അതിനു മുൻപ് കയ്യേറ്റം ഒഴിപ്പിച്ചില്ലെങ്കിലും നിർമ്മാണം ഇവർ പൂർത്തിയാക്കുമെന്ന് തോന്നുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അല്ലാതെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഗവൺമെന്റ് വളരെ ശക്തമായ നടപടി പരുന്തുംപാറയിൽ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ജില്ലയിലെ മറ്റു പ്രദേശത്തെ കയ്യേറ്റങ്ങളുടെ കാര്യത്തിലും അത് ഒഴിപ്പിക്കുന്നതിന് ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. എന്നിട്ടും പിന്നെ ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയുക, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് തടയാനുള്ള ആവശ്യവും നടപടികൾ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഇടുക്കിയിലെ കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ ഭൂമി കയ്യേറ്റം, ഇത്തരത്തിലുള്ള അനധികൃത കെട്ടിട നിർമ്മാണം, ഇതൊന്നും പുതിയ കാര്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അതിൽ തന്നെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് താങ്കളുടെ പാർട്ടിയാണ്. മനസ്സിലായി. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഈ 9 വർഷത്തിനിടയിൽ ഒരുപാട് കയ്യേറ്റങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒഴിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, 2018 വെള്ളുക്കുന്നിൽ കുടുംബം കൈവശം വെച്ചിരുന്ന ബാപ്പാത്തി ചോലയിലെ കുരിശ് വെച്ച് കൈവശപ്പെടുത്തിയ 200 ഏക്കർ സ്ഥലം ഒറ്റയടിക്ക് ഒഴിപ്പിച്ചെടുത്തത് ഈ ഗവൺമെന്റാണ്. അതായത് ചന്ദ്രശേഖരൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ. അങ്ങനെ നിരവധി പ്രദേശങ്ങളിലെ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അങ്ങനെ സ്വീകരിക്കുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി, സഹായത്തോടുകൂടി പലയിടങ്ങളിലും കയ്യേറ്റം നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇപ്പോൾ പരുന്തുംപാറ. ആ പരുന്തുംപാറയിലെ വളരെ കർക്കശമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ആ നടപടികളെയും നോക്കൂട്ടിയാക്കി മാറ്റിക്കൊണ്ട് കയ്യേറ്റക്കാർ മേയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള കാര്യമായി തന്നെ സർക്കാർ കാണും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ശിവരാമൻ സംസാരിച്ചതിന്.